എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കുംഭമേളയിൽ ഉണ്ടായ അപകടത്തിന് കാരണം 120 പേർ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞത്. ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം ഈ 120 പേർ അടങ്ങിയ ബസ് വന്നത് ഉത്തർപ്രദേശിലെ സംബാലിൽ നിന്നാണ്. അവിടെയാണ് പോയിന്റ്. ഉത്തർപ്രദേശിലെ സംബാലിൽ നിന്ന്. സംബാൽ നമുക്കറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി രാജ്യം മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് ഉത്തർപ്രദേശിലെ സംബാൽ. അവിടെ ഒരു മുസ്ലിം പള്ളിയുടെ സർവേയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു കലാപത്തിൽ ഏകദേശം 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം യോഗി നടത്തിയ കുറേ സർവേകളിൽ അവിടെ കുറേ അമ്പലങ്ങൾ കണ്ടെടുത്തു. അത് പിന്നീട് ജനങ്ങൾക്ക് ആരാധിക്കാൻ തുറന്നു കൊടുത്തു. അതായത് അങ്ങനെ കണ്ടെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1978 നടന്ന സംബാൽ കലാപത്തിൽ അവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഹിന്ദുക്കളെ അവിടുത്തെ മുസ്ലിങ്ങൾ ഓടിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ ഓടിപ്പോയതിന് ശേഷം അന്ന് അവർ ആരാധിച്ചിരുന്ന പല അമ്പലങ്ങളും ഇവർ വലിയ കെട്ടിടങ്ങൾ കൊണ്ട്, അതായത് ആ അമ്പലം കവർ ചെയ്യുന്ന രീതിയിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി. അതിനുശേഷം പല പല ഓപ്പറേഷൻസ്, ബുൾഡോസർ ആക്ഷൻ നടക്കുന്നതിനിടയിലാണ് യോഗി ആദിത്യനാഥിൻ്റെ പോലീസ് ഇവർ ഈ അമ്പലം വീണ്ടെടുത്തത്. അപ്പോൾ അത് രാജ്യം മൊത്തം ചർച്ചയായി. അതിനുശേഷം അത് ജനങ്ങൾക്കായി കഴിഞ്ഞ ദിവസമാണ് തുറന്നു കൊടുത്തത്, അത് ആരാധിക്കാൻ വേണ്ടി വീണ്ടും. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരുപാട് ഓപ്പറേഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സംബലിൽ എന്ന് വെച്ചാൽ അവിടുത്തെ എം പിക്ക് പോലും വൈദ്യുതി മോഷണത്തിന് വേണ്ടി ഏകദേശം 1.5 കോടി ഫൈൻ അടിച്ചു കൊടുത്തിരുന്നു യോഗി ആദിത്യനാഥ്. അതായത് ഒരു അണ്ടർവേൾഡാണ് ഈ സംബൽ എന്ന് പറഞ്ഞത്. ഏകദേശം അവിടെ ഒരുപാട് ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ 78 കലാപത്തിന് ശേഷം അവിടെ കുറേ ആൾക്കാർ ഓടിച്ചു വിട്ടുമാർ. അപ്പോൾ ആ ഭൂമികളൊക്കെ കുറേ ഭൂമി അവിടെ പിടിച്ചെടുത്തു. ഇവരുടെ ആൾക്കാർ പിടിച്ചെടുത്ത് കുറേ വഖഫ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാരിലേക്ക് പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തിൽ നിന്നാണ് ഈ ബസ് വന്നത്. ഏകദേശം സംബാൽ ടു പ്രയാഗ്രാജ് 580 കിലോമീറ്റർ ഉണ്ട്. ഈ 580 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആ ബസ് വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംബാലിൽ നിന്ന് പുറപ്പെട്ട ബസ്സിൽ എങ്ങനെ 40 മലയാളികൾ വന്നു? അതായത് ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി അവിടെ ഏകദേശം 80% മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള സ്ഥലമാണ് സംബാൽ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ കേരളത്തിലെ സുഡാപ്പികളും അവിടെ ഉണ്ടാവാനാണ് സാധ്യത. ഈ 40 പേരും കേരളത്തിലെ സുഡാപ്പികളാവാനാണ് സാധ്യത. ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബസ് സംബാലിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഫുള്ളി പാക്ഡ് ആയിരുന്നില്ല. അതിനുശേഷം അതായത് പിന്നീടാണ് അത് ഫുൾ ആൾക്കാർ വഴിയെ കയറി എന്നാണ് പറയുന്നത്. അതായത് പുറപ്പെടുമ്പോൾ ഏകദേശം 10-60 പേർ അടങ്ങുന്ന ഒരു സംഘമായിരുന്നു. പിന്നീട് ഈ 580 കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനിടയിലാണ് പല ആൾക്കാരും കയറി അതൊരു 120 പേർ അടങ്ങുന്ന സംഘമായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ ഇവർ നേരെ ചെന്നത് കുംഭമേളയിൽ ചെല്ലുകയും അവിടെ തിക്കും തിരക്കും ഉണ്ടാക്കുകയും ബാരിക്കേഡൊക്കെ വലിച്ച് പൊട്ടിക്കുന്ന വീഡിയോ ഓൾറെഡി പുറത്തു വന്നിട്ടുണ്ട്. UP പോലീസിനെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല പുലർച്ചെ 1:30 ഒരാൾ അനൗൺസ് ചെയ്തിരുന്നു, പെട്ടെന്ന് പോയിട്ട് കുളിച്ചോ ഇല്ലെങ്കിൽ സ്റ്റാമ്പേഡ് ഉണ്ടാവുന്നത്. അതായത് ഹിന്ദു ആചാരപ്രകാരം ഒരിക്കലും ഈ പുലർച്ചെ 1:30 കുളിക്കുന്നൊരു ഇതില്ല. 1:30 നദികളൊക്കെ ഉറങ്ങുന്ന സമയമാണ്. ശരിക്കും നദികൾ ഉണരുന്ന സമയം ബ്രാഹ്മമുഹൂർത്തമാണ്. 3:30 ശേഷമാണ് നദികൾ ഉണരുക. അപ്പോൾ അതിൻ്റെ സംശയത്തിൻ്റെ നേരിലാണ്. അപ്പോൾ അത് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ അനൗൺസ് ചെയ്ത വ്യക്തി ആദ്യം ഒരു പോലീസ് യൂണിഫോമിലായിരുന്നു. അത് പിന്നീടാണ് മനസ്സിലായത് അത് പോലീസല്ല, പോലീസ് വേഷം ധരിച്ച ഒരാളായിരുന്നു. അപ്പോൾ അയാളും ഈ 120 പേർ അടങ്ങുന്ന സംഘത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഓപ്പറേഷൻ 120 എന്ന് പേരിട്ടിരിക്കുന്ന ഇതിന് ഇവന്മാരെ പൊക്കാൻ വേണ്ടി ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ലീഡ് ചെയ്യുന്നത് ശരിക്കും സാക്ഷാൽ യോഗി തന്നെയാണ്. യോഗി എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു. പിന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വേണ്ട നിർദ്ദേശങ്ങളൊക്കെ അടിക്കടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതായത് യോഗി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ 120 പേരെയും പൊക്കണം. അതായത് കുംഭമേള ഫെബ്രുവരി 26 വരെയുണ്ട്. ഈ 26-ാം തീയതിക്കുള്ളിൽ ഏകദേശം ഒരു തീരുമാനമാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇപ്പോൾ UPയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 70ഓളം പേർ പിടിയിലായി എന്നാണ്. ഈ 70ഓളം പേരും സംബാലിൽ നിന്നാണ് എന്നുള്ള വിവരം കൂടി ചില ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതിലും ചില മലയാളികളുടെ സാന്നിധ്യം ഉണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറിയണം ആരാണെന്ന്, കേരളത്തിൽ ആരാണെന്ന് അവിടെ ഉള്ളതെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇവരെ ഇപ്പോൾ ഈ പൊക്കിയ 70 പേരെയും അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ്. ഇവരാരാണെന്നോ എന്താണെന്നോ ഒരു വിവരവും ഉത്തർപ്രദേശ് പോലീസ് പുറത്തുവിടാനുള്ള സാധ്യതയില്ല. അതായത് ഇതൊരു ആദ്യം ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. ഇവർ ഇൻറ്റൻഷൻ എന്താണ്, ഇവന് പുറകിൽ ആരൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, അതായത് ഉത്തർപ്രദേശ് പോലീസിന് മനസ്സിലായി, അതായത് ഇനി ഇവന്മാരെ കൊണ്ട് ഇനി ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇവന്മാർ ഇനി പുറം ലോകം കാണില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. യോഗി ആദിത്യനാഥാണ് ഈ ഓപ്പറേഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, യോഗിയുടെ കേസ് അറിയാലോ, ഉത്തർപ്രദേശിലെ എൻകൗണ്ടർ വേണമെന്ന് തീരുമാനമെടുത്ത ഒരാളാണ് യോഗി ആദിത്യനാഥ്.
യോഗി ആദിത്യനാഥിൻ്റെ തീരുമാനമായിരുന്നു, ആ യോഗി ആദിത്യനാഥിൻ്റെ ഒറ്റൊരു തീരുമാനമായിരുന്നു. അതായത് 90 ദിവസം എല്ലാ ഗുണ്ടകളും കീഴടങ്ങിയില്ലെങ്കിൽ 90 ദിവസത്തിന് ശേഷം നിങ്ങൾ എൻകൗണ്ടറിൽ തീർക്കുമെന്നുള്ളൊരു മെസ്സേജ് കൊടുത്തത് യോഗി ആദിത്യനാഥിൻ്റെ തീരുമാനമായിരുന്നു. അതായത് അത്ര കർക്കശക്കാരനായിരുന്നു. നിയമം അനുസരിച്ച് ജീവിക്കാത്ത ഒരുത്തനും ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോയിരിക്കുന്നത്. 2017 തൊട്ട് ഏകദേശം 2000-നടുത്ത് ഗുണ്ടകളെ തന്നെ യോഗി ശരിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജയിലിലാക്കിയിട്ടും കൊന്നു തള്ളിയിട്ടുമുണ്ട്. ഏകദേശം 2000-ഓളം ഗുണ്ടകളെ യോഗി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരും 2000 ഗുണ്ടകളെ കൊന്നല്ല, ഏകദേശം 300-350 ഗുണ്ടകളെ തീർത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. ബാക്കി എല്ലാവരും പിടിച്ച് നല്ല നടപ്പിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ 120 പേരുടെ കാര്യം കട്ടപ്പുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അത് എല്ലാവരും പറയുന്നത് വെച്ചാൽ ഇതിനെ ലീഡ് ചെയ്യുന്നത് യോഗി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഇവർക്ക് തീവ്രവാദ ബന്ധമുണ്ടോ, ഇൻ്റർനാഷണൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ, ഇതിനകത്ത് ബംഗ്ലാദേശി പൗരന്മാരുണ്ടോ, അതിൻ്റെ എല്ലാ വെർട്ടിക്കൽസും ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യോഗിയുടെ സ്റ്റൈൽ വെച്ചിട്ടുണ്ടല്ലോ, ഇവന്മാരൊന്നും പിടിച്ച് ജയിലിടാനുള്ള സാധ്യതയില്ല. ജനങ്ങളുടെ ടാക്സ് കൊടുത്തിട്ട് ഇവന്മാരൊന്നും തീറ്റിപ്പോട്ടണ്ടെന്നുള്ള സെറ്റപ്പാണ്. ആ ഒരു ലൈനാണ് യോഗിക്ക്. അത് നല്ലതാണ്. എല്ലാം കിട്ടിയതിന് ശേഷം ഇവന്മാരങ്ങ് തീർത്ത് കളഞ്ഞേക്കുക. അപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്നറിയോ, ഇവന്മാർക്കൊക്കെ, അതായത് ഇവന്മാർ പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട്, ഉത്തർപ്രദേശിലും പൊളിറ്റിക്കൽ സപ്പോർട്ടുണ്ട് ഇവന്മാർക്ക്. അത് SP ആണെന്നാണ് പറയുന്നത്. അഖിലേഷ് യാദവിൻ്റെ ആൾക്കാരും കോൺഗ്രസ് ഒക്കെയാണ് ഇവന്മാർ പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഖാർഗെ തന്നെ പറയണം 1000 പേരൊക്കെ കുംഭമേളയിൽ തട്ടിപ്പോയി എന്നൊക്കെ. എന്തുവാണ് ഇയാൾ വിളിച്ചു പറയുന്നത്? അതായത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയണം 1000 പേര് കുംഭമേള അപകടത്തിൽ മരിച്ചു എന്ന്. അപ്പോൾ ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പതാണ്. അതായത് 1000 പേരെങ്കിലും കൊല്ലപ്പെടണമായിരുന്നു എന്നില്ല ഒരു സെറ്റപ്പായിരുന്നു. എന്നാലേ 2027 ഉത്തർപ്രദേശിൽ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ 8 വർഷത്തോളമായി യോഗി ആദിത്യനാഥ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ യോഗിയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇനി 2027 നടക്കുന്ന ഇലക്ഷനിലും അതിഗംഭീരമായ വിജയം തന്നെ BJP നേടും. യോഗി ആദിത്യനാഥ് തുടർച്ചയായി മൂന്നാമതും അവിടെ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരും. അപ്പോൾ ഇവന്മാർക്ക് ഒരു രക്ഷയില്ല. അതായത് അഖിലേഷിനും കോൺഗ്രസിനൊക്കെ ഒരു കച്ചിത്തുരുമ്പാണ് ഇനി ഉത്തർപ്രദേശ്. എങ്ങനെയെങ്കിലും അവിടെ ഭരണത്തിൽ തിരിച്ചെത്തണം. ഇല്ലെങ്കിൽ ഇവന്മാരെ കടപ്പൂട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ 10 വർഷം ഭരണമില്ലാതെ എങ്ങനെയൊക്കെയോ പിടിച്ചെന്നു. ഇനി ഒരു 5 വർഷം കൂടി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവരുടെ ഗുണ്ടാരാജ് അവസാനിപ്പിച്ചു. അവർക്ക് ഫണ്ട് ചെയ്യുന്ന പല മേഖലയിൽ നിന്ന് വന്ന ഗുണ്ടകളെ ഇതൊക്കെ അവസാനിപ്പിച്ചു. അവരുടെ കട പൂട്ടിക്കളഞ്ഞു യോഗി ആദിത്യനാഥ്. അപ്പോൾ ഒരു രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും യോഗിയുടെ ഇമേജ് അടിക്കുക. അതായത് ആ ഹിന്ദുത്വത്തിന് കിട്ടിയ ഹൈപ്പ് ഉണ്ടല്ലോ, അത് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഉത്തർപ്രദേശിൽ. ആ ഹൈന്ദവ മുന്നേറ്റം തകർക്കുക. ഉത്തർപ്രദേശിൽ നിന്ന് മാത്രമല്ല, ഈ കുംഭമേള കൊണ്ട് രാജ്യത്ത് മൊത്തം ഒരു ഹൈന്ദവ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഒരു ഹൈന്ദവ ഐക്യം ഉടലെടുത്തിട്ടുണ്ട്. അതൊക്കെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. അതുമാത്രമല്ല, യോഗിയെ തകർക്കുക. യോഗിയാണല്ലോ അവിടെ മെയിൻ എതിരാളി UP. അപ്പോൾ ഇലക്ഷനിൽ 2027 നടക്കുന്ന ഇലക്ഷൻ ഇതൊരു വലിയ വിഷയമാക്കി ഉയർത്തിക്കാട്ടി എന്താ പറയുക, അങ്ങനെ ഷൈൻ ചെയ്യേണ്ട യോഗിക്ക് എന്താ പറയുക ക്രെഡിറ്റ് പോകണ്ട. യോഗി ഷൈൻ ചെയ്യേണ്ടെന്നില്ല ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ കുംഭമേള കലക്കാൻ വേണ്ടി ഇവർ തുടക്കത്തിൽ തന്നെ എന്തൊക്കെ അടവുകളുമായിട്ട് വന്നിരുന്നു. അതായത് ആദ്യം വഖഫിനെ കൊണ്ടുവന്ന് കുറേ പായിട്ട് നോക്കി. അപ്പോൾ വഖഫിൻ്റെ കടപൂട്ടി കളഞ്ഞ് യോഗി ആകുന്നത്. പിന്നെ ഇപ്പോൾ അതും പോരാഞ്ഞിട്ട് ഇത് കുംഭമേളയിൽ അപകടം ഉണ്ടാകാൻ വേണ്ടി, അപകടം ഉണ്ടായതിനു ശേഷം ഏകദേശം 10-30ഓളം പേര് മരിച്ചിരുന്നു. അപ്പോൾ ഈ ഖാർഗെ എന്ന് പറഞ്ഞ തെണ്ടി പറയാണ്, അതായത് 1000 പേരോളം മരിച്ചില്ലേ എന്നൊക്കെ. എന്തുവാണ് ഇവൻ്റെയൊക്കെ മനസ്സിലിരിപ്പിതാണ്. അപ്പോൾ ഇവന്മാരൊക്കെ ഈ കുംഭമേളയിൽ ഉണ്ടായ അപകടത്തിന് പിന്നിൽ ആ 120 പേരടങ്ങുന്ന സംഘത്തിന് രാഷ്ട്രീയമായി പിന്തുണ കൊടുക്കുന്നതും ഇതൊക്കെ ഈ അഖിലേഷും കോൺഗ്രസും ഒക്കെ ചേർന്ന സംഘമാണ്. ഒരു സംശയം വേണ്ട, അവന്മാരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ. അതായത് കഴിഞ്ഞ ദിവസം ബ്രിട്ടാസൊക്കെ പറഞ്ഞിട്ടില്ലേ, അതായത് ചൈന AI തിരമാലകൾ ഉണ്ടാക്കുമ്പോൾ മോദി ഇവിടെ കുംഭമേള കളിച്ച് നടക്കുന്നു. പിന്നെ ഇവൻ്റെയൊക്കെ ആഗ്രഹമാണ് അവിടെ കുറേ ആൾക്ക് അപകടം ഉണ്ടാവണം, 10-30,000 പേര് തട്ടിപ്പോകണം. ഇതൊക്കെയാണ് ഇവന്മാരുടെ ആഗ്രഹം. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. കുംഭമേളയിൽ എങ്ങനെയെങ്കിലും കുറേ ആൾക്കാർ എന്താ പറയുക തട്ടിപ്പോണം. അത് എന്നിട്ട് രാജ്യം ചർച്ച ചെയ്യണം, BJPയും യോഗിയും പ്രതിരോധത്തിലാവണം, എന്നിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം. ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യം. എന്തായാലും ഈ 120 പേരിൽ 70 പേരെ പൊക്കിയതിൽ അവന്മാരിനി ഒരു കാലത്തും പുറത്തു വരില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ അവന്മാർക്ക് പുറകിൽ ആരാണെന്ന് കണ്ടുപിടിച്ച് അവന്മാരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും യോഗി, ഒരു സംശയമില്ല. അതിന് ഏത് അഖിലേഷല്ല, ഏത് രാഹുൽ ഗാന്ധിയല്ല, ഏത് ഖാർഗെ ആയാലും അവന്മാരെ പൊക്കിയിരിക്കും, തൂക്കിയിരിക്കും യോഗി. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.